ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് CGPDTM, ഇൻഡസ് വാട്ടർ ട്രീറ്റി, ഡിജിറ്റൽ ഭാരത് നിധി, ഗിഫ്റ്റ് സിറ്റി, പ്ലേസസ് ന്യൂസ് ആയിട്ട് സഹൽ റീജൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ CGPDTM കുറിച്ചാണ്. ഈ കൺട്രോൾഡ് ജനറൽ ഓഫ് പാറ്റൻസ്, ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഒരു 259 ഷോക്കോസ് നോട്ടീസുകൾ സ്ക്രാപ്പ് ചെയ്തിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഓഫീസ് ഓഫ് കൺട്രോളർ ജനറൽ ഓഫ് പാറ്റൻസ്, ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത് ജനറലി നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ പാറ്റന്റ് ഓഫീസ് എന്നുള്ള പേരിലാണ്. ഇത് മുംബൈ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ കീഴിൽ വരുന്ന ഒരു ബോഡിയാണ് ഈ പറയുന്ന CGPDTM എന്ന് മനസ്സിലാക്കുക. അതായത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിൻ്റെ കീഴിലാണ് ഇവർ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള പാറ്റൻസ് ആക്ട് ഓഫ് 1970, ഡിസൈൻസ് ആക്ട് ഓഫ് 2000, അതുപോലെ തന്നെ ട്രേഡ് മാർക്സ് ആക്ട് 1999 എന്നീ നിയമങ്ങളുടെ വർക്കിങ്ങിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ജോലി. രണ്ടാമതായിട്ട് ഈ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ നിയമങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഈ പാറ്റന്റ്, ഡിസൈന്, ട്രേഡ് മാർക്ക് പോലുള്ള സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതും ഇവരുടെ മറ്റൊരു ജോലിയാണ്. ഇനി ഇവരുടെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്ന മറ്റുള്ള ചില ഓഫീസേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഹെഡ് ഓഫീസ് ഓഫ് ദി പാറ്റൻസ് ഓഫീസ് ഉണ്ട്, അത് കൊൽക്കത്തയിലാണ് ഉള്ളത്. ട്രേഡ് മാർക്ക് രജിസ്ട്രി ഉള്ളത് മുംബൈയിലാണ്. അതുപോലെ തന്നെ ഇവരുടെ കീഴിൽ തന്നെ വരുന്ന ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള GI രജിസ്ട്രി ഉണ്ട്, അത് ചെന്നൈയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഇവരുടെ കീഴിൽ തന്നെ വരുന്ന ദ പാറ്റന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ PIS എന്ന് പറയും. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് മാനേജ്മെന്റ്, ഇത് രണ്ടും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നാഗ്പൂരിലാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8 ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ബെൻഡ് ഇൻ ദി റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ഒരു എൻവയോൺമെൻറ്റൽ സൈഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ച് പറയാറുള്ളത് ലോകത്തിലെ ഏറ്റവും ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിട്ടുള്ള ഇൻഡർസ്റ്റേറ്റ്, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള വാട്ടർ ട്രീറ്റികളിൽ ഒന്നാണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്നാണ് പറയാറുള്ളത്. അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നടന്നിട്ടുള്ള ഒരു 3 യുദ്ധങ്ങളെയും അതുപോലെ തന്നെ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ആംഡ് കോൺഫ്ലിക്റ്റുകളെയൊക്കെ സർവൈവ് ചെയ്തിട്ടുള്ളൊരു ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. ഇത് 1950കളുടെ അവസാനത്തിൽ വേൾഡ് ബാങ്ക് മുൻകൈ എടുത്തിട്ടാണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നെഗോഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രോക്കറായിട്ട് നിന്നിട്ടുള്ളത് വേൾഡ് ബാങ്ക് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഒരുപാട് നെഗോസിയേഷൻസിന് ശേഷം 1960 കറാച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ബേസിക്കലി ഈ ട്രീറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്ത്യയിലെ ജമ്മു ആൻഡ് കാശ്മീർ അതുപോലെ തന്നെ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു വാട്ടർ സോഴ്സ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻഡസ് റിവറിനെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിനെയാണ്. അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ്റെ കേസിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തന്നെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഈ ഇൻഡസ് റിവർ ആണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒക്കെ കേസിൽ പറയാറുള്ളത് പാകിസ്ഥാൻ്റെ ടോട്ടൽ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ടിൻ്റെ, അതായത് അവരുടെ മൊത്തം കൃഷിയുടെ ഏകദേശം 90% നടക്കുന്നത് ഈ ഇൻഡസ് റിവറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഫുഡ് സെക്യൂരിറ്റി ഒക്കെ ഈ ഒരു ഇൻഡസ് റിവർ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ റിവറിനകത്തുള്ള വെള്ളം ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു ധാരണയിൽ എത്താൻ വേണ്ടിയിട്ട്, അത് ഫ്യൂച്ചറിൽ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറാതിരിക്കാനും അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം സഹകരിച്ചു പോകാനുള്ള ഒരു ഏരിയ എന്നുള്ള രീതിയിലാണ് വേൾഡ് ബാങ്ക് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സൈൻ ചെയ്തിട്ടുള്ളത് 1960 സെപ്റ്റംബർ 19 പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചിട്ടാണ്. പക്ഷേ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഇൻഡസ് റിവർ സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്യുന്നത് ചൈനയിലാണ്. പക്ഷേ ചൈന ഈ ട്രീറ്റിയിൽ പാർട്ടിസിപ്പൻ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ട്രീറ്റിനെ നമ്മൾ ജനറലി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രീറ്റിക്കകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഈ ഇൻഡസ് റിവർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള 3 ഈസ്റ്റേൺ റിവേഴ്സ് ഉണ്ട്. അതായത് ബിയാസ്, രവി, സത്ലജ്. ഈ 3 റിവേഴ്സിൻ്റെ മുകളിലുള്ള
അൺലിമിറ്റഡ് കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 3 റിവേഴ്സിന് മുകളിലുള്ള കൺട്രോൾ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ഇന്ത്യക്കായിരിക്കും. അതായത് ഈ 3 റിവേഴ്സിൽ നിന്നുള്ള വെള്ളം ഒരു അൺറെസ്ട്രിക്റ്റഡ് മാനറിൽ ഉപയോഗിക്കാനുള്ള അനുവാദം ഇന്ത്യക്കുണ്ട്. അതായത് ഇന്ത്യക്ക് അത് ഇറിഗേഷൻ പർപ്പസിന് വേണമെങ്കിലും അല്ലെങ്കിൽ ഡാം കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റിവേഴ്സിൽ ചെയ്യാൻ പറ്റും. ഇനി 3 വെസ്റ്റേൺ ഫ്ലോവിങ് റിവേഴ്സ്, അതായത് ഇൻഡസ്, ചെനാബ്, ജലം, ഈ 3 റിവേഴ്സിൻ്റെയും മുകളിലുള്ള ഉടമസ്ഥാവകാശം പാകിസ്ഥാനായിരിക്കും. അപ്പോൾ ഈ ഇൻഡസും ചെനാബും ജലവും ഇന്ത്യയിലൂടെ ഒഴുകിയിട്ടാണ് പാകിസ്ഥാനിലെത്തുന്നത്. പാകിസ്ഥാൻ അതിനകത്ത് ഒരു ലോവർ റിപ്പാരിയൻ സ്റ്റേറ്റ് ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇന്ത്യയിലൂടെ ഒഴുകിയിട്ടാണ് ഇത് പാകിസ്ഥാനിലെത്തുന്നതെങ്കിലും ഈ 3 റിവേഴ്സിലുള്ള വെള്ളത്തിന്റെ ഉടമസ്ഥാവകാശം പാകിസ്ഥാനാണ്. പക്ഷേ ഇന്ത്യയിലൂടെ ഒഴുകി പോകുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ചില ലിമിറ്റഡ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ 3 റിവേഴ്സിലെ വെള്ളം, പാകിസ്ഥാന് കൊടുത്തിട്ടുള്ള ഈ 3 റിവേഴ്സിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിത് ലിമിറ്റഡ് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് ഈ പറയുന്ന തടയണകളൊക്കെ നിർമ്മിച്ചിട്ട് വെള്ളം ഡീറൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ അല്ലാതെ ലിമിറ്റഡ് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ റൺ ഓഫ് ദി റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പവർ ജനറേഷന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫിഷിങ്, നാവിഗേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ റിവറിന്റെ വാട്ടർ ഫ്ലോനെ കംപ്ലീറ്റ്ലി തടയാത്ത രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യക്ക് ഉപയോഗിക്കാം. അതല്ലാതെ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഇനി ഈ 2 രാജ്യങ്ങൾക്കിടയിൽ ഈ ഇൻഡസ് റിവർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പെർമനന്റ് ഇൻഡസ് കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് ഈ ട്രീറ്റിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും മീറ്റ് ചെയ്തിരിക്കണം എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഈ പെർമനന്റ് ഇൻഡസ് കമ്മീഷന്റെ ഒരു വിസിറ്റ് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലുള്ള എക്സ്പേർട്സ് ഒക്കെ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ 2 രാജ്യങ്ങൾക്കിടയിൽ തർക്കം വന്നു കഴിഞ്ഞാൽ ആ തർക്കം പരിഹരിക്കാനുള്ള ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം കൂടി അല്ലെങ്കിൽ തർക്ക പരിഹാര മാർഗം കൂടി ഈ ട്രീറ്റിക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ തർക്കം പരിഹരിക്കാനുള്ള മാർഗമായിട്ട് പറയുന്നത് 2 മെത്തേഡ്സ് ആണ് പറയുന്നത്. ഒന്നുകിൽ ഈ പറയുന്ന ഇന്ത്യക്കും പാകിസ്ഥാനും ഏത് രാജ്യത്തിനാണോ തർക്കമുള്ളത് ആ രാജ്യത്തിന് എന്ത് ചെയ്യാം, നെതർലാൻഡ്സിലെ ഹേഗിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ കേസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ആർബിട്രേഷനിലൂടെ നമ്മൾ സാധാരണഗതിയിൽ കോടതിയിൽ വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നത് പോലെ ഒരു രാജ്യത്തിന് പരാതി ഉന്നയിക്കുക, മറ്റൊരു രാജ്യം ഈ 2 രാജ്യങ്ങൾ അവരുടെ ഭാഗങ്ങൾ പറയും, ഈ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ പറയുന്ന വിധി ഫൈനൽ ആയിരിക്കും. അതല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ആണല്ലോ ഇതിന്റെ മീഡിയേറ്റർ. അപ്പോൾ വേൾഡ് ബാങ്കിനോട് ആവശ്യപ്പെട്ടാൽ വേൾഡ് ബാങ്ക് ഒരു ന്യൂട്രൽ ടെക്നിക്കൽ എക്സ്പേർട്ടിനെ അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ ആ ന്യൂട്രൽ ടെക്നിക്കൽ എക്സ്പേർട്ട് ഈ തർക്കം പഠിച്ചതിന് ശേഷം അവരുടെ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ട്രീറ്റിക്കകത്ത് പറയുന്ന മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ ഇൻഡസ് റിവർ സിസ്റ്റത്തിനകത്ത് നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള എഞ്ചിനീയറിംഗ് വർക്കുകളൊക്കെ, അതായത് ഈ പറയുന്ന മറ്റു പാർട്ടിയെ ബാധിക്കുന്ന രീതിയിലുള്ള എഞ്ചിനീയറിംഗ് വർക്കുകളോ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഈ അതർ പാർട്ടിനെ നോട്ടിഫൈ ചെയ്തിരിക്കണം എന്നും പറയുന്നുണ്ട്. ഇനി ഈ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രീറ്റി ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഏകദേശം ഒരു 1960 സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 60 വർഷമായിട്ട് സർവൈവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 60 വർഷമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നൊരു ട്രീറ്റിയാണ്. ഇപ്പോൾ ഇന്ത്യക്കിടയിൽ ഈ പറയുന്ന 60-ന് ശേഷം 65-ലും 71-ലും 99-ലൊക്കെ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ സ്മോൾ സ്കെയിൽ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത് യുദ്ധത്തിന് സമാനമായിട്ടുള്ള പല സാഹചര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നടന്നിട്ടും ഈ ട്രീറ്റ് ഇപ്പോഴും വലിയ തിരക്കേടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും 2 രാജ്യങ്ങൾക്കിടയിൽ വന്നിട്ടില്ല എന്നല്ല. ഇപ്പോൾ ഈ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ് ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ 2 രാജ്യങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട തർക്കങ്ങളാണ്. ഒന്ന് LBOD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റ് ബാങ്ക് ഔട്ട്ഫോൾ ഡ്രെയിൻ എന്ന് പറയും. ഇത് ഈ ഇൻഡസ് റിവർ സിസ്റ്റം അറേബ്യൻ സീയിൽ പതിക്കുന്ന പാകിസ്ഥാന്റെ സിന്ധ് റീജിയനിൽ പാകിസ്ഥാൻ ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു എംബാങ്ക്മെന്റ് ആണ് LBOD എന്ന് പറയുന്നത്. അതായത് ഈ ഇൻഡസ് റിവർ സിസ്റ്റത്തിൽ നിന്ന് വേസ്റ്റ് വാട്ടർ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു തടയണ പോലത്തെ സെറ്റപ്പാണിത്. അപ്പോൾ ഈ LBOD കാരണം ഇവർ പുറന്തള്ളുന്ന വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് വാട്ടർ ഇന്ത്യയുടെ റാൻ ഓഫ് കച്ച് റീജിയനിലുള്ള സാൾട്ട് പാൻസിലൊക്കെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പരാതി ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആദ്യത്തെ തർക്കം എന്ന് പറയുന്നത്. പക്ഷേ ഇത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള തർക്കങ്ങൾ 3 എണ്ണം പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള റൺ ഓഫ് ദി റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പാകിസ്ഥാൻ ഏൺമാർക്ക് ചെയ്തിട്ടുള്ള റിവേഴ്സിനകത്ത് ഇന്ത്യക്ക് ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ടുള്ള ജലവൈദ്യുത പദ്ധതികളാവാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡാം കെട്ടി ഈ വെള്ളം തടഞ്ഞു നിർത്തി അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ആ വെള്ളം പിന്നീട് ഇറിഗേഷൻ പർപ്പസിനൊന്നും വേണ്ടിയിട്ട് മാറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. അത് റൺ ഓഫ് ദി റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകളായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം തിരിച്ച് ആ റിവറിലേക്ക് തന്നെ തിരിച്ചു വിട്ടിരിക്കണം.
അപ്പോൾ ഇത്തരത്തിൽ ഈ പാകിസ്ഥാന് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന് ഏൺമാർക്ക് ചെയ്തിട്ടുള്ള റിവേഴ്സിൽ ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള 3 ഡാമുകളാണ് ഈ തർക്കത്തിൽ കിടക്കുന്ന ഈ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന 3 ഡാമുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തത് ഒരു കിഷൻ ഗംഗ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് ആണ്. ഈ കിഷൻ ഗംഗ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ കിഷൻ ഗംഗ റിവറിൽ, പാകിസ്ഥാനിൽ അവരതിനെ നീലം റിവർ എന്നാണ് വിളിക്കുക, ഈ കിഷൻ ഗംഗ റിവറിൽ ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് ആണ്. അതുപോലെ തന്നെ പിന്നെയുള്ള 2 തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന പ്രൊജക്റ്റുകളാണ് ബഗ്ലിഹാർ ഡാമും അതുപോലെ തന്നെ റാറ്റൽ ഡാമും. ഇതും ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാന് വേണ്ടി ഗൺമാർക്ക് ചെയ്തിട്ടുള്ള റിവേഴ്സിൽ ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള റൺ ഓഫ് ദി റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകളാണ്. ഇത് ഇൻഡസ് ട്രീറ്റിനെ വയലേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് പാകിസ്ഥാൻ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനെ സമീപിച്ചിട്ടുള്ള കേസുകളാണ് ഇതെല്ലാം തന്നെ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഇൻഡസ് ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഈ ട്രീറ്റിയുടെ എന്ത് ഇഷ്യൂ ആണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഹൈലി അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റി ആണെന്ന് പറയാം. അതായത് ഇൻഡസ് റിവർ സിസ്റ്റത്തിന്റെ ഏകദേശം 80% വാട്ടറും പാകിസ്ഥാന് കിട്ടുന്ന രീതിയിലാണ് ഈ ട്രീറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനുള്ള കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ എൻ്റെ രാജ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ റിവർ സിസ്റ്റത്തിനെയാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ നമ്മളൊരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാൻ ഇത്രയും വെള്ളം കൊടുക്കുന്നതുകൊണ്ട് നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഹൈലി അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണിതെന്ന് പറയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് 1960 നെഗോഷിയേറ്റ് ചെയ്തിട്ടുള്ള 50കളുടെ അവസാനത്തിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് 60 സൈൻ ചെയ്തിട്ട് ട്രീറ്റിയാണ്. അപ്പോൾ ഇതിന് ശേഷം ഈ കഴിഞ്ഞ 60 വർഷത്തിനകത്ത് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കാരണവും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് പോലുള്ള കാര്യങ്ങൾ കാരണവും ഈ വാട്ടറിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്കകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡസ് റിവർ സിസ്റ്റത്തിനകത്തുള്ള വെള്ളത്തിന്റെ അവൈലബിലിറ്റിക്കകത്ത് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലുള്ള വെള്ളത്തിന്റെ ആവശ്യകതയിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നല്ല ഈ ട്രീറ്റി എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഇൻഡസ് ട്രീറ്റി റീനെഗോഷിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള രണ്ടാമത്തെ കാരണം ഇതാണ്. മൂന്നാമത്തത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഇൻഡസ് ട്രീറ്റി നമ്മൾ റീനെഗോഷിയേറ്റ് ചെയ്യണമെന്ന് ഇന്ത്യയിലെ പല ആളുകളും പറയുമ്പോഴും അതിനകത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ചുകളിലൊന്നെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഈ ഇൻഡസ് ട്രീറ്റിക്കകത്ത് ഇന്ത്യയും പാകിസ്ഥാനും മാത്രമാണ് പാർട്ടിസിപ്പൻസ്. പക്ഷേ ഇനി നമ്മൾ ഈ ഇൻഡസ് ട്രീറ്റി റീനെഗോഷിയേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചൈനനെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഒരു പ്രശ്നം വരേണ്ട സാഹചര്യമുണ്ട്. കാരണം ചൈനയും ഈ ഇൻഡസ് സിസ്റ്റം റിവർ സിസ്റ്റം കടന്നു പോകുന്ന ഒരു രാജ്യമല്ല, അത് ഒറിജിനേറ്റ് ചെയ്യുന്ന രാജ്യം ചൈനയാണ്. അപ്പോൾ അവരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് അൺഫേവറബിൾ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഒരു ചൈന പാകിസ്ഥാൻ ആക്സസ് അവിടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡിജിറ്റൽ ഭാരത് നിധിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഭാരത് നിധിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 അവരൊരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഡിജിറ്റൽ ഭാരത് നിധിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഡിജിറ്റൽ ഭാരത് നിധി എന്ന് പറയുന്നത് 2023 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ടെലികോം ആക്ട് ഓഫ് 2023 അനുസരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ടാണെന്ന് മനസ്സിലാക്കുക. അതായത് 2003 തൊട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് ഉണ്ട്. അതിന് പകരമായിട്ട് ഈ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫണ്ട്, ഈ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിനകത്തുള്ള പണം കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, വലിയ ഇതിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണെന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഗവൺമെന്റ് ഒക്കെ ഫിഗേഴ്സ് അനുസരിച്ച് ഈ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിന്റെ നിയർലി 70 to 72% മാത്രമാണ് ഗവൺമെന്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ടെലികോം ആക്ട് ഓഫ് 2023 കൊണ്ടുവന്നിട്ടുള്ള ഫണ്ടാണ് ഡിജിറ്റൽ ഭാരത് നിധി എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇത് 2003 ഇന്ത്യൻ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇങ്ങനെ കമ്പനികളുണ്ടാവും. അപ്പോൾ ഈ ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് അവരുടെ പ്രോഫിറ്റിന്റെ ഒരു 5% ഈ പറയുന്ന യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിലേക്ക് കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ടെലികോം കമ്പനികളുടെ കയ്യിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട് പൂൾ ചെയ്തുണ്ടാക്കിയിട്ടുള്ളൊരു ഫണ്ടാണ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടെലികോം കമ്പനികൾ നമുക്കറിയാം പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആണ് മെജോറിറ്റിയും. അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, ലാഭം ഉണ്ടാക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിലുള്ള റിമോട്ട് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, അല്ലെങ്കിൽ റൂറൽ ഏരിയാസ് ഉണ്ടാവും, വളരെ സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ജനങ്ങളൊക്കെ മാത്രം താമസിക്കുന്ന ഹിൽ ഏരിയാസ് പോലുള്ള മേഖലകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ ഈ ടെലികോം സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ബിൽഡ് ചെയ്ത് ടെലികോം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരിക്കലും ഈ ടെലികോം കമ്പനീസിന് ലാഭമുള്ള കാര്യമായിരിക്കില്ല. കാരണം അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കൺസ്യൂമർ ബേസ് അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലവ് കൂടുതലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇവർ ഈ ടെലികോം സർവീസസ് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ ടെലികോം സർവീസസ് ഈ കാരണം കൊണ്ട് കിട്ടാത്ത
ഈ റൂറൽ ആൻഡ് റിമോട്ട് ഏരിയാസിൽ ടെലികോം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടാണ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി ഇത് വലിയ രീതിയിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ്. അതുകൊണ്ടാണ് അത് നിർത്തലാക്കിക്കൊണ്ട് അതിന് പകരം ഈ ഡിജിറ്റൽ ഭാരത് നിധി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിജിറ്റൽ ഭാരത് നിധിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിൻ്റെ കേസിൽ ഇതൊരു സെപ്പറേറ്റ് ഫണ്ടായിട്ട്, അതായത് ടെലികോം കമ്പനികൾ കൊടുക്കുന്ന അവരുടെ കോൺട്രിബ്യൂഷൻ ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിലേക്ക് വന്ന് ആ ഫണ്ടിൽ കിടക്കുകയാണ് ചെയ്യുക. അത് ലാപ്സബിൾ ആയിട്ടൊരു ഫണ്ടല്ല. ആ ഫണ്ടിൽ നിന്ന് എടുത്ത് ഗവൺമെൻറ് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഫണ്ട് ചിലവാക്കും. ഇതായിരുന്നു സിസ്റ്റം. പക്ഷേ ഈ ഡിജിറ്റൽ ഭാരത് നിധിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിജിറ്റൽ ഭാരത് നിധിയിലേക്ക് ടെലികോം കമ്പനികൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ സെയിം തന്നെയാണ്. ആ ടെലികോം കമ്പനികൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഡിജിറ്റൽ ഭാരത് നിധിയിലേക്കല്ല നേരിട്ട് വരുന്നത്. പകരം ഇത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലാണ് ക്രെഡിറ്റ് ആവുക. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ഒരു പൊതു ഖജനാവ് എന്ന് വിളിക്കുന്ന സാധനമാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഗവൺമെന്റിന്റെ എല്ലാ വരുമാനങ്ങളും വന്നു ചേരുന്നതും ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള ചെലവുകൾ മീറ്റ് ചെയ്യുന്നതും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ആ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് ഈ ഡിജിറ്റൽ ഭാരത് നിധിയിലേക്കുള്ള സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ക്രെഡിറ്റ് ആവുക. പിന്നീട് സമയാസമയങ്ങളിൽ ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ ഡിജിറ്റൽ ഭാരത് നിധിയിലേക്ക് വേണ്ടി വന്നിട്ടുള്ള ഫണ്ടിന്റെ ഒരു പോർഷൻസ്, അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ ഇത്തരത്തിൽ വന്നിട്ടുള്ള ഫണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഗവൺമെന്റ് ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ ഡിജിറ്റൽ ഭാരത് നിധി ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഗവൺമെന്റിന് ഈ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില നെഗറ്റീവ്സ് ഇഷ്യൂസും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഇനി ഡിജിറ്റൽ ഭാരത് നിധി ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് ഈ റൂറൽ ആൻഡ് റിമോട്ട് ഏരിയാസിലുള്ള ടെലികോം സർവീസസ് അല്ലെങ്കിൽ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡിജിറ്റൽ ഭാരത് നിധിയുടെ സ്കോപ്പ് കുറച്ചും കൂടി വലുതാണ്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നേരത്തെ ഈ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ റൂറൽ റിമോട്ട് അർബൻ ഏരിയാസിൽ അല്ലെങ്കിൽ റൂറൽ റിമോട്ട് ഏരിയാസിൽ ടെലികോം സർവീസസ്, അണ്ടർ സെർവ്ഡ് ആയിട്ടുള്ള റൂറൽ റിമോട്ട് ഏരിയാസിൽ ടെലികോം സർവീസസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ അർബൻ ഏരിയാസിൽ ടെലികോം സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും ഈ ഫണ്ട് ഉപയോഗിക്കാം. അപ്പോൾ സ്കോപ്പ് കൂടി. ഇനി അത് കൂടാതെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ്, ടെലികോം ടെക്നോളജീസ്, പ്രൊഡക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പേർപ്പസിന് R&Dക്ക് വേണ്ടിയിട്ടും ഈ ഫണ്ട് ഉപയോഗിക്കാം. മൂന്നാമതായിട്ട് ഈ ടെലികോം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൈലറ്റ് പ്രൊജക്റ്റുകൾ, അതുപോലെ തന്നെ കൺസൾട്ടൻസി അസിസ്റ്റൻസ്, അഡ്വൈസറി സപ്പോർട്ട്. ഓക്കെ, ഈ കണക്ട് ടെലികോം സർവീസസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടൻസി അസിസ്റ്റൻസ്, അഡ്വൈസറി സപ്പോർട്ട് എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഫണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പുതിയ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസും ടെക്നോളജീസും പ്രൊഡക്റ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഫണ്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ സ്കോപ്പ് കുറച്ചും കൂടി കൂടുതലാണെന്ന് മനസ്സിലാക്കുക. മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് കൂടാതെ ഈ ഡിജിറ്റൽ ഭാരത് നിധിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇപ്പോൾ റീസെൻ്റ്ലി ഇറക്കിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ സൊസൈറ്റിക്കകത്തുള്ള, അപ്പോൾ നേരത്തെ ജിയോഗ്രഫിക്കൽ ഏരിയാസ് ആണ് പറയുന്നത്, റിമോട്ട് ഏരിയാസ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസ് എന്ന്. അത് കൂടാതെ ഇന്ത്യൻ സൊസൈറ്റിക്കകത്ത് നമ്മൾ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചില, അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറേ വിഭാഗം ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകൾ, അതുപോലെ തന്നെ ശാരീരിക അവശതയുള്ള, ഡിസബിലിറ്റി ഉള്ള ആളുകൾ, എക്കണോമിക്കലി അതുപോലെ സോഷ്യലി വീക്കറായിട്ടുള്ള വിഭാഗങ്ങൾ, ഇത്തരത്തിലുള്ള ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾക്ക് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും ഈ ഡിജിറ്റൽ ഭാരത് നിധി ഫണ്ട് ഉപയോഗിക്കാം എന്നീ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. സോ അതാണ് ഡിജിറ്റൽ ഭാരത് നിധിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗിഫ്റ്റ് സിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് സിറ്റിയിലേക്കുള്ള സിൽവർ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗിഫ്റ്റ് സിറ്റി അല്ലെങ്കിൽ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി എന്ന് പറയുന്നത് ഗുജറാത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ 2023 ഒക്കെ അവസാന കാലഘട്ടത്തിൽ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഇത് നിലവിൽ ഒരു മൾട്ടി സർവീസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മൾട്ടി സർവീസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയിട്ടാണ് ഗിഫ്റ്റ് സിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സർവീസ് സെക്ടർ പ്ലെയേഴ്സിന് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗിഫ്റ്റ് സിറ്റി പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതും ഈ ഗിഫ്റ്റ് സിറ്റിയിലാണ്. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ ഉള്ളത് ഈ ഗിഫ്റ്റ് സിറ്റിയിലാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ആഫ്രിക്കയിലെ സഹേൽ റീജിയനെ കുറിച്ചാണ്. അപ്പോൾ ഈ സഹേൽ റീജിയനിലെ ചില രാജ്യങ്ങളിൽ മിലിറ്ററി കൂസ് അല്ലെങ്കിൽ സൈനിക അട്ടിമറികൾ നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു 2-3 വർഷത്തിനകത്ത്. അപ്പോൾ ഈ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് പുതിയൊരു അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ സഹേൽ റീജിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ സഹേൽ റീജിയൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ സഹാറക്കും അതുപോലെ തന്നെ ആഫ്രിക്കൻ സാവന അല്ലെങ്കിൽ സുഡാനീസ് സാവനക്കും ഇടയിൽ കിടക്കുന്ന ഒരു ട്രാൻസിഷൻ സോണാണ് ഈ സഹേൽ റീജിയൻ എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കി. ഈ സഹേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഇതൊരു അറബിക് വേർഡാണ്. ഈ വാക്കിന്റെ അർത്ഥം കോസ്റ്റ് എന്ന് അല്ലെങ്കിൽ ഷോർ എന്നാണ്, തീരം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതൊരു സെമി അരിഡ് റീജിയൻ ആണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സഹേൽ റീജിയൻ കിടക്കുന്നത് ട്രോപ്പിക്കൽ റീജിയൻസിലാണെങ്കിലും അല്ലെങ്കിൽ ട്രോപ്പിക്സിലാണെങ്കിലും സഹേൽ റീജിയന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ല, പകരം ഒരു സെമി അരിഡ് ക്ലൈമറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സഹേൽ റീജിയൻ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷൻ തൊട്ട് റെഡ് സീ വരെ നീണ്ടു കിടക്കുന്ന, ഈ ആഫ്രിക്കനെ മുറിച്ചു കിടക്കുന്ന ഒരു ട്രാൻസ് ആഫ്രിക്കൻ റീജിയൻ ആണ് സഹേൽ റീജിയൻ എന്ന് മനസ്സിലാക്കുക. അറ്റ്ലാന്റിക് ഓഷൻ തൊട്ട് റെഡ് സീ വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു റീജിയൻ ആണിത്. ഇനി സഹേൽ റീജിയനകത്ത് എത്ര രാജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല റിപ്പോർട്ടുകളിലും പല രീതിയിലാണ് പറയാറുള്ളത്. ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ, ഇപ്പോൾ വിക്കിപീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 14 രാജ്യങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പോൾ UN ഒക്കെ ചില റിപ്പോർട്ടുകളിൽ അത് 12 രാജ്യങ്ങളാണ്. ഓക്കെ, ചില റിപ്പോർട്ടുകളിൽ 10 ആണെന്നും പറയാറുണ്ട്. അപ്പോൾ ഈ സഹൽ റീജിയനിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ മാപ്പിനകത്ത് കാണാൻ പറ്റും. ഇനി ഈ സഹൽ റീജിയനെ നമ്മളൊരു പൊളിറ്റിക്കലി പറയുന്ന സമയത്ത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഈ സഹൽ റീജിയന്റെ ഏറ്റവും കോർ എന്ന് പറയാൻ പറ്റുന്ന 5 രാജ്യങ്ങൾ എന്ന് പറയുന്നത് മാലി, നൈജർ, ബുർക്കീന ഫാസോ, ചാഡ്, അതുപോലെ തന്നെ മൗറിത്താനിയ. ഈ 5 രാജ്യങ്ങളാണ്. ഇവർ 2014 ഈ 5 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു അലയൻസ് ആണ് G5 സഹൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഹൽ റീജിയന്റെ നോർത്തേൺ സൈഡിൽ കിടക്കുന്നത് സഹാറ ഡെസേർട്ടും സദേൺ സൈഡിൽ കിടക്കുന്നത് ആഫ്രിക്കൻ സാവന്നയാണ് അല്ലെങ്കിൽ സുഡാന്റെ ഭാഗമായിട്ടുള്ള സുഡാനീസ് സാവന്നയാണ്. ഓക്കെ, ഇനി സഹൽ റീജിയന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു മേഖലയാണ് സഹൽ റീജിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓയിൽ, യുറേനിയം, നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ ലിത്തിയത്തിന്റെ ഒക്കെ വലിയ ഇതിലുള്ള ഡെപ്പോസിറ്റ്സ് ഉണ്ട്. പക്ഷെ അതേസമയം ഇതിനനുസരിച്ചിട്ടുള്ള വികസനമൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ആഫ്രിക്കയിലെ ഏറ്റവും അധികം ടെററിസം ഇഷ്യൂസ് ഉള്ള, ഏറ്റവും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള മേഖലകളിലൊന്നാണ് ഈ സഹൽ റീജിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബോക്കോ ഹറാം, അതുപോലെ തന്നെ അൽഖ്വയ്ദയുടെ ചില ഓഫ് ഷൂട്ടുകൾ, അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ ഒക്കെ ചില വിഭാഗങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ സഹൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലയിലുള്ള ഈ ബുർക്കിന ഫാസോ ഒക്കെ ഉൾപ്പെടുന്ന ചില പ്രദേശങ്ങളിലാണ്, ഈ ബുർക്കിന ഫാസോ, മാലി, നൈജർ പോലുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞ 2-3 വർഷത്തിനകത്ത് സൈനിക അട്ടിമറികൾ നടന്നിട്ട് അവിടുത്തെ സൈന്യം അധികാരം പിടിച്ചെടുത്ത വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.